ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഭീതിയിലാണ് ഇപ്പോഴത്തെ കേരള ജനത മുഴുവനും. അത്രയധികം നാശനഷ്ടങ്ങൾ വയനാടിന് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ഉരുൾപൊട്ടൽ കടന്നു പോയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? എന്ത് പ്രതിഭാസമാണ് ആ ഒരു സമയത്ത് ഭൂമിക്കുണ്ടാകുന്നത്? മാത്രമല്ല, ഈ ഒരു ലക്ഷണം മുൻകൂട്ടി കണ്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ചില മൃഗങ്ങൾക്ക് ഈ ഒരു ലക്ഷണം മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയാണ് ഈ ഒരു കഴിവ് ലഭിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശദമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, 2018 പ്രളയം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്ത് സംസ്ഥാനത്തുടനീളം 4000-ഓളം ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ഉരുൾപൊട്ടലിൻ്റെയും ശക്തി നിർണ്ണയിക്കുക മണ്ണിൻ്റെയും പാറയ്ക്കുമൊപ്പമുള്ള വെള്ളത്തിൻ്റെ അളവിലാണ്. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ ജലം മണ്ണിലേക്ക് ഇറങ്ങുകയും ആ സമയത്ത് ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ പ്രഷർ വർദ്ധിക്കുന്നു. ഒപ്പം സാധാരണയുള്ള മണ്ണിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് അവിടെ നഷ്ടമാകുകയും അതിൻ്റെ ഫലമായി ഇവിടെയുള്ള മണ്ണും കല്ലും ഒന്നടങ്കം പൊട്ടിത്തെറിക്കുകയും ഇത് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന മണ്ണും കല്ലും താഴേക്ക് വരുമ്പോൾ അത്രയധികം സ്പീഡിലും പവറിലുമായിരിക്കും വരിക. ഒരു പാലവും ഉറപ്പുള്ള വീടുകളും വരെ നിൽപ്പിൽ തന്നെ വാനിഷാക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് ചുരുക്കി പറയുക. എന്നാൽ ഇത് വരാനുള്ള കാരണങ്ങളും ഏറെയുണ്ട് താനും. പാറകൾ നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും, എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണ് മാന്തിയും ഉറപ്പ് നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും കാഠിന്യം കുറഞ്ഞ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു. ഇതിൻ്റെ ഫലമായി അടിവശത്ത് നിന്നുമുണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലകളുടെ മുകൾ ഭാഗം മുഴുവനായിട്ടും ഒലിച്ച് താഴേക്ക് വരുന്നു. മലയോര പ്രദേശങ്ങളിൽ മരം മുറിച്ചു മാറ്റുക, തേയില, കാപ്പി തുടങ്ങിയ വിളകളുടെ തോട്ടമുണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷി ചെയ്യുക, ഡാമുകൾ നിർമ്മിക്കുക, ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ തന്നെ ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 70% ഉരുൾപൊട്ടലുകൾക്കും കാരണക്കാർ എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത്തരം ഉരുൾപൊട്ടലിന് മുമ്പ് പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികം കൂടുതലാണ്. മണ്ണിടിക്കുന്നത്, പാറകൾ പൊട്ടിക്കുന്നത്, ഇതൊക്കെ തന്നെ ഉരുൾപൊട്ടലിന് കാരണമുണ്ടാക്കുന്ന ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് അതത് സമയത്ത് തന്നെ ജിയോളജി വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ കൂടുതൽ മഴ പെയ്യുന്നതും ഭൂപ്രകൃതിയുടെ രീതി അനുസരിച്ചുമാണ് ഇത്തരം സ്ഥലങ്ങളുടെ ലിസ്റ്റ് ജിയോളജി വകുപ്പ് തയ്യാറാക്കുന്നത്. ഇത്തരം ലക്ഷണങ്ങളുള്ള ഭൂപ്രകൃതിയിൽ താമസിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാറി താമസിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പിന്നെ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ മുൻകൂട്ടി അറിയുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ലെങ്കിലും ചില വളർത്തു മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും സാധിക്കാറുണ്ട്. ഇതെല്ലാ മൃഗങ്ങൾക്കും സാധിക്കുകയില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നവരും ഇപ്പോഴും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത് 100% കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത പല സൗണ്ടുകളും കേൾക്കാനുള്ളൊരു കഴിവ് മൃഗങ്ങൾക്കുണ്ട്. പട്ടി, പൂച്ച, ആന, വവ്വാൽ, കുരങ്ങ് തുടങ്ങിയ പല മൃഗങ്ങൾക്കും ഇത്തരം കുറഞ്ഞ ശബ്ദങ്ങൾ ശ്രവിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരു മനുഷ്യന് ശരാശരി 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദങ്ങളാണ് കേൾക്കുവാനായിട്ട് സാധിക്കുക. എങ്കിൽ 20,000 ഹെർട്സിന് താഴെയുള്ള ഇൻഫ്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നവരാണ് ആനകൾ. 67 മുതൽ 44,000 ഹെർട്സ് വരെയുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ് നായകൾക്കുണ്ട്. പൂച്ചകൾക്ക് 55 മുതൽ 79,000 ഹെർട്സ് വരെയുള്ള ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത അൾട്രാ സൗണ്ടുകൾ തിരിച്ചറിയാൻ കഴിവുള്ള നിസ്സാരക്കാരല്ല ഈ ജീവികൾ എന്നത്. ഇത് മാത്രമല്ല, മനുഷ്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗന്ധം തിരിച്ചറിയാനുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സുകളും കോശങ്ങളും ഇവയ്ക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചില ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ ഭൂമിക്കടിയിൽ നിന്നും വരാറുണ്ട്. ഇത് പക്ഷേ മനുഷ്യർക്ക് കേൾക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷേ ഇത്തരം മൃഗങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സേഫായ ഒരു സ്ഥലത്തേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് എല്ലാവിധ മൃഗങ്ങൾക്കും കേൾക്കുവാനുള്ളൊരു കഴിവുണ്ടാകില്ല. ഇത് മനസ്സിലാകാതെ തന്നെ പല മൃഗങ്ങളും പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നായകൾ, പൂച്ചകൾ, ചില തവളകൾ ഇവയൊക്കെ തന്നെ പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രത്യേക ശബ്ദത്തിൽ വളരെ ലൗഡായിട്ട് ബഹളം വയ്ക്കുന്നതായിട്ട് പല സയൻറ്റിസ്റ്റുകളും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
പക്ഷേ പല മനുഷ്യനാണ് ഏറ്റവും വലിയ കഴിവുള്ളവൻ എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നാശത്തെ തടയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. എന്തായാലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.